ഡ്രീം ക്യാപ്ചറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സാധാരണ ഞാനെന്നുള്ളത് നമ്മുടെ ആലുവയിലെ 4-wheel ഡ്രൈവിലാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പറയുന്നത് നമ്മുടെ ഹോണ്ടയുടെ WRV ആണ്. നമുക്കറിയാം ഹോണ്ട അധികം ഹൈറ്റുള്ള വാഹനങ്ങൾ ഈ ഒരു 2024 കാലഘട്ടത്തിൽ ഇറക്കി തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ധാരാളം CRV അതുപോലുള്ള SUVs നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു അഫോർഡബിൾ പ്രൈസസ് ആയിരുന്നില്ല നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഒരു എലിവേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ നമുക്ക് കിട്ടി തുടങ്ങിയത്. പക്ഷേ എന്നാലും അതിനു മുമ്പ് ഒരു കോമ്പാക്ട് SUV കണ്ടു കഴിഞ്ഞാൽ ഒരു ഹാച്ചിനേക്കാൾ ഇച്ചിരിയുടെ ഒരു വലിപ്പേ നമുക്ക് തോന്നുള്ളൂ. ഇപ്പോൾ ഈ ബലാനോയൊക്കെ ഇതിൻ്റെ അടുത്ത് കിടക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു സൈസ് വ്യത്യാസം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു കോമ്പാക്ട് SUV ആണ്. നമുക്ക് ഇതിൻ്റെ ടയർ സൈസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇത് 16 ഇഞ്ച് ഏകദേശം നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയ്ക്കൊക്കെ വരുന്ന ഒരു ടയർ സൈസ് തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. അതിനേക്കാളും ഒരു പക്ഷേ നല്ല ഭംഗിയുള്ള അലോയ് വീൽസും കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ വരുന്നത്. ഇത് നമുക്കൊരു ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. VX ID ടെക് ആണ്, ഡീസൽ വേരിയൻ്റ് ആണ്. ഹോണ്ടായി നമ്മൾ ഈ പറഞ്ഞ പോലെ ജീപ്പിൻ്റെ ഒരു ഡ്രൈവിംഗ് കൾച്ചർ അനുസരിച്ച് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഹോണ്ടയുടെ വാഹനങ്ങളൊക്കെ. പ്രത്യേകിച്ചും ഹോണ്ട പെട്രോൾ എൻജിൻസിൽ ഹോണ്ടയുടെ വാഹനങ്ങൾ കഴിഞ്ഞിട്ട് മറ്റ് എൻജിൻസ് ഉള്ളൂ. അതായത് പെട്രോൾ എൻജിൻ നിർമ്മിക്കാനായിട്ട് ഹോണ്ടയ്ക്കാണ് ഏറ്റവും കൂടുതൽ മികവുള്ളത്. നമ്മുടെ ഫിയറ്റ് ഡീസൽ ഉണ്ടാക്കുമ്പോൾ ഹോണ്ടയാണ് ഏറ്റവും നല്ല പെട്രോൾ എൻജിൻസ് ഉണ്ടാക്കുന്നത്. നമുക്ക് പിന്നെ ഹുണ്ടായും നമ്മുടെ മാരുതിയൊക്കെ ഏകദേശം അതിന് തത്തുല്യമായിട്ട് നിൽക്കുമെങ്കിൽ പോലും ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഹോണ്ട സിറ്റി പെട്രോൾ എൻജിൻസ് 10 വർഷമാണ് അവർ വാറൻറ്റി കൊടുക്കുന്നത്. അതനുസരിച്ച് അത് എടുക്കുന്ന ഒരു കസ്റ്റമർ സാധാരണഗതിയിൽ 5 വർഷം കഴിഞ്ഞ് വാഹനം എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റുമ്പോൾ 10 വർഷം വരെ കസ്റ്റമേഴ്സ് അത് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റിയും ആ ഒരു എടുത്ത ഒരു ഫീലിൽ തന്നെ വാഹനം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ്. നമുക്കിന്ന് സെയിലിൽ നമുക്കൊരു ഹോണ്ട സിറ്റി ഉണ്ട് താനും. നമുക്കത് പിന്നീട് നമുക്ക് കാണിക്കാം. എന്തായാലും നമുക്ക് ഈ WRV VX വേരിയൻ്റാണ്. കീലെസ് എൻട്രിയാണ് വരുന്നത്. കീലെസ് എൻട്രിയാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ റിക്വസ്റ്റ് ബട്ടൺ നമുക്കിവിടെ കാണാം. പിന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടും ബാക്കും അഡ്ജസ്റ്റ് ചെയ്യാതെ നമുക്ക് ഒബിയസ്ലി നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് സ്റ്റിയറിങ്ങിൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ടിൽറ്റും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് റീച്ചും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ മോഡൽ അല്ലെങ്കിൽ ഇവരുടെ പുതിയ ഈ ഒരു കാറ്റഗറി വാഹനമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം 25 ലക്ഷം രൂപ വരുന്നുണ്ട്. പിന്നെ എലവേറ്റ് എന്ന് പറയുന്ന ഒരു മോഡൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്കറ്റിലോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. സക്സസ് ആവുമോ ഫെയിലിയർ ആവുമോ എന്നുള്ളൊരു വക്കീലാണ്. പക്ഷേ എന്നാൽ പോലും അതിൻ്റെ ഒരു പ്രൈസ് കാറ്റഗറിയൊക്കെ വെച്ച് നോക്കുമ്പോൾ സക്സസ് ആവാനുള്ള ചാൻസസും വളരെ കുറവാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ അങ്ങനെ തഴുതാഴ്ത്തി കാണാൻ പാടില്ല. അവരത്ത് റിസർച്ച് ഇറക്കിയ ഒരു വാഹനമാണ്. പക്ഷേ ഈ ബ്രിയോ അതുപോലെ തന്നെ ഈ ഒരു WRV ഇത് രണ്ടിനും ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ടായിരുന്നു. ഒരു സെപ്പറേറ്റ് ഒരു കസ്റ്റമർ ഒരു അട്രാക്ഷൻ ഇതിനുണ്ടായിരുന്നു. അതായത് ഒരു പ്രീമിയം കസ്റ്റമേഴ്സ് ആയിരുന്നു കൂടുതൽ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സെക്കൻഡറി ഒരു പ്രീമിയം കാറിൻ്റെ കൂടെ ഒരു ഡെയിലി ഡ്രൈവിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു സെക്കൻഡറി കാർ ആ ഒരു നിലയിൽ പോലും ബ്രിയോ നല്ല രീതിയിൽ സെയിലായിരുന്നു. പിന്നെ ഇതൊരു പ്രൈമറി കാറൊന്നുമില്ല. അതായത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ കൂടുതലും ഇപ്പം ഹോണ്ട ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഗൾഫ് കാറ്റഗറി വരുമ്പോഴത്തേക്ക് നമുക്ക് ടൊയോട്ടോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഗൾഫ് അല്ലാതെ NRIs വരുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം കൂടിയായിരുന്നു. പിന്നെ ഇതിൽ നമുക്ക് സൺറൂഫ് കാണാൻ പറ്റും. ഫുള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സൺറൂഫാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഒരു ഡീസൽ എഞ്ചിൻ സ്റ്റാർട്ടാവുന്നതിൻ്റെ ഒരു പവർ അതൊന്ന് വേറെ തന്നെയാണ്. ഫുള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റും. നല്ല വെയിലായതുകൊണ്ട് ഞാനത് ക്ലോസ് ചെയ്യുകയാണ്. ബാക്കിലത്തെ ആ ഒരു വെൻറ്റ് മാത്രമായിട്ടും വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് ക്ലോസായി. ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ വലിച്ച് അടയ്ക്കണം. അത് നല്ല സോളിഡായിട്ടുള്ളൊരു ഫോമാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടധികം അകത്തേക്ക് വരുന്നില്ല. പിന്നെ നമുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല
എൻജിൻ ഡീസൽ അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ഡീസൽ എൻജിൻ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഇൻറ്റീരിയർ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ആംറസ്റ്റ് ഉണ്ട്. അത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ആംറസ്റ്റിൻ്റെ അടിയിൽ നമുക്കൊരു ചെറിയ സ്റ്റോറേജ്, അവിടെ ഒരു USB കണക്ഷനും പിന്നെ നമുക്കൊരു സോക്കറ്റും 12 വോൾട്ടിൻ്റെ സോക്കറ്റും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു HDMI പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് അതിൻ്റെ യൂസേജ് കറക്റ്റ് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഡിവൈസൊക്കെ അതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഏതെങ്കിലും ലാപ്ടോപ്പും എല്ലാം കണക്ട് ചെയ്ത് ഇതിൽ സിനിമ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം അത്യാവശ്യം വലിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. ഇത് ആഫ്റ്റർ മാർക്കറ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് പീൽ ഓഫ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ആഫ്റ്റർ മാർക്കറ്റ് ആവാനാണ് ചാൻസ്. പക്ഷേ ഇതിൽ തന്നെ ഫിറ്റായിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ഇൻബിൽറ്റ് തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അറിയാവുന്ന ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇത് 12 വോൾട്ടിൻ്റെ വേറൊരു പവർ സോക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇത് വയർലെസ് ചാർജിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. അതിൽ നമുക്ക് അപ്പോൾ ഇത് ആഫ്റ്റർ മാർക്കറ്റാണ്. കാരണം ഇവിടെ ഒരു USB വന്നിട്ടുണ്ടെങ്കിൽ അത് ആഫ്റ്റർ മാർക്കറ്റിൻ്റെ കൂടെ അങ്ങനെ വരാറുള്ളൂ. പക്ഷേ അത് നല്ല ഫിറ്റാമിൻഷിൽ കൊടുത്തിട്ടുണ്ട്. ഒരു മൈക്ക് കാര്യങ്ങളൊക്കെ അഡീഷണൽ നമുക്ക് കാണാം. പിന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. റിവേഴ്സ് ക്യാമറ ഉണ്ട്, പക്ഷെ നമുക്ക് ലൈൻ അസിസ്റ്റ് വരുന്നില്ല. ഓക്കെ, ഞാൻ 2 ഡോറും തുറന്നിട്ടിരിക്കുകയാണ്. അതൊന്നും തോന്നരുത്, കാരണം ചൂട് നല്ലപോലെ ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ഇതിൻ്റെ ഒരു മാക്സിമം ഹൈറ്റിലാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ സീറ്റ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് തന്നെ എനിക്ക് ഒരു ഡ്രൈവിംഗ് പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏത് ഇയറാണ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ ഇങ്ങനെയാണ്. വൈറ്റാണ്, നല്ല ഡീസൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഈ നമ്മുടെ ജീപ്പ് കോമ്പസിലൊക്കെ ഉള്ളതുപോലെ ഒരു എന്താ പറയുക, ഒരു ഹാർഡ് മെറ്റീരിയലാണ് ഇവിടെ വന്നേക്കുന്നത്. നമുക്ക് എന്തെങ്കിലും സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് തുടച്ചെടുത്താൽ തന്നെ ആ കാര്യങ്ങളൊക്കെ പോകും. അത് ചുറ്റും നമുക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു SUV ക്യാരക്ടറാണത്. ശരിക്കും പറഞ്ഞാൽ ജീപ്പ് കോമ്പസിൻ്റെ ഏറ്റവും കൂടിയ മോഡലിലൊക്കെ അത് ബോഡി കളർ അടിച്ച് വരുന്നുണ്ട്, മോഡൽ S-ലൊക്കെ. അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ്. കാരണം അത്യാവശ്യം സ്ക്രാച്ച് ആയാൽ പോലും നമുക്കിത് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അത് വൃത്തിയാകും. ഇത് വരുന്നത് WRV ആണ്. VX 1.5 ലിറ്റർ ഡീസലാണ്. 97,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. 6,98,000 ഇതിൻ്റെ ഒരു ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സീറ്റിലെ കംഫർട്ട് നമുക്കൊന്ന് നോക്കാം. ബാക്ക് സീറ്റിൽ ഫ്രണ്ട് സീറ്റ് മാക്സിമം ബാക്കിലോട്ട് ഇറക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ബാക്കിലോട്ട് കയറാനായിട്ട് വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വൈഡ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഡോറ് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. വലിയൊരു ബോട്ടിൽ ഹോൾഡർ തന്നെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അതൊരു വാഹനത്തിൻ്റെ ഒരു ഇൻസുലേഷനെ അത് സൂചിപ്പിക്കുന്നുണ്ട്. നല്ല വൈഡായിട്ടുള്ള ഡോറും നല്ല ഹാർഡായിട്ടുള്ളൊരു നല്ല സോളിഡായിട്ടുള്ള ഡോറും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഒരു 5 അടി കൂടുതലുള്ള ആളാണ് ഞാൻ, പക്ഷേ എനിക്ക് നല്ല രീതിയിൽ ഈ സീറ്റ് ഇത്രയും അടിച്ച് കിടന്നിട്ട് പോലും നമുക്കത് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഡബിൾ സൈസ് നമുക്ക് അവിടെ ഒരു സ്പേസ് അവിടെ കാണുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഇതിൽ നല്ല കോസ്റ്റ് കട്ടിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു 60-40 സീറ്റ് ശരിക്കും ഇതുപോലൊരു ഒരു മൾട്ടിപർപ്പസ് വെഹിക്കിളിന് ആവശ്യമാണ്. ശരിക്കും കോമ്പാക്ട് SUV എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു MPV ആയിട്ട് തന്നെ, ഒരു ഫാമിലി കാറായിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഒരു 60-40 സീറ്റ് ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ നമുക്ക് 60-40 ഇല്ല. ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ബെഞ്ച് ടൈപ്പ് സീറ്റിംഗ് ആണ് വന്നേക്കുന്നത്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ടാൽ നല്ല വലിയ സാധനങ്ങളൊക്കെ ഇതിൽ നമ്മുടെ ഡിക്കിയിൽ കയറ്റാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ്, പിന്നെ ഡീഫോഗർ ലൈനുള്ള റെയർ ഗ്ലാസ് കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. വൈപ്പറും നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലാമ്പ് യൂണിറ്റ് റീപ്ലേസ് ചെയ്തതിൻ്റെ ആയിരിക്കും. അപ്പോൾ അത് ഒബിയസ്ലി ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് എറണാകുളമാണ്. എറണാകുളം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള തട്ടലും മുട്ടലും ഒക്കെ സ്ഥിരം ഉണ്ടാവും. അപ്പോൾ ഒരു മേജർ ആക്സിഡൻ്റ് അല്ല, ജസ്റ്റ് എന്തോ ഒരു ബൈക്ക് തട്ടിയതോ അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ എന്തോ കൊളീഷനോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ്. ഇതൊരു പാഴ്സൽ ട്രേ ആണ്. പാഴ്സൽ ട്രേ നമുക്ക് ഇതിൽ കണക്ട് ചെയ്താൽ ഇത് തന്നെ നമുക്ക് പൊങ്ങിപ്പോകുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ടാണെന്ന് തോന്നുന്നു. ഇതിലൊക്കെ വിനയിൽ ചെയ്തിട്ടുണ്ട്. കഴിവതും ആൾക്കാർ വിനയിലൊക്കെ എടുത്ത് മാറ്റുക.
സ്പെയർ വീല് വന്നേക്കുന്നതും അതും നമുക്ക് 16 ഇഞ്ച് തന്നെയാണ് വന്നേക്കുന്നത്. അത് സാധാ റിമ്മാണെന്നേ ഉള്ളൂ, പക്ഷേ 16 ഇഞ്ച് തന്നെ വന്നിട്ടുണ്ട്. അതും ടയർ നമുക്ക് അത്യാവശ്യം അതിൽ മുട്ടയാണ്, അത് മാറ്റണം. പിന്നെ നമുക്കിതിന് രണ്ട് എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സോളിഡായിട്ടുള്ള നല്ല ബിൽറ്റ് ക്വാളിറ്റി ഉള്ളൊരു വാഹനം തന്നെയാണ് WRV എന്ന് പറയുന്നത്. പിന്നെ വാഹനത്തിൻ്റെ കൂടുതൽ നമുക്ക് സ്പെസിഫിക്കേഷൻ പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട കാര്യമില്ല. 1.5 ലിറ്റർ ഡീസലാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് കൾച്ചറുള്ള ഒരാൾക്ക് 20ൻ്റെ അടുത്ത് വരെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്. 20ൻ്റെ മേളിൽ കിട്ടുന്നെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 13-14 കിട്ടുന്നുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഈ ഹോണ്ടയുടെ കൂടുതൽ എന്താ പറയുക, മൈലേജിൻ്റെ ആ ഒരു ട്രാക്ക് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എൻ്റെ പേഴ്സണൽ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ പെട്രോളിന് മൈലേജ് കുറവും ഡീസലിന് മൈലേജ് കുറവും പെട്രോളിന് മൈലേജ് കൂടുതലെന്നാണ് അവർ പറയാറുള്ളത്. എന്നാൽ ചിലർ നേരെ തിരിച്ച് സാധാരണ പോലെ തന്നെ ഡീസലിന് മൈലേജും പെട്രോളിന് മൈലേജ് കുറവും അങ്ങനെ തന്നെയാണ് എന്നാണ് ചിലർ പറയാറ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ചെറിയൊരു കപ്പ് ഹോൾഡർ ഇവിടെയുണ്ട്, ആ സൈഡിലും കാണേണ്ടതാണ്, പക്ഷെ ഇവിടെ ഇല്ല. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ WRVയുടെ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. നമ്മൾ വാഹന സംബന്ധിയായിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസാണ് നമ്മൾ ഈ ചാനലിലിടുന്നത്. കച്ചവടപരമായിട്ടാണ് കൂടുതലും വരാറുള്ളത്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വാഹനങ്ങൾ കൂടുതലും വീഡിയോ ചെയ്യാൻ കിട്ടാറ് ഇതുപോലുള്ള യാർഡുകളിലാണ്. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് ആലുവ 4 വീൽ ഡ്രൈവ് എന്ന് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ വാഹനങ്ങളുടെ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോഴത്തേക്ക് മാന്യമായിട്ടുള്ള വിലയ്ക്ക് ഏറ്റവും കൂടുതൽ കാറുകളുടെ കളക്ഷനും പർച്ചേസിങ്ങും നടത്തുന്ന എറണാകുളത്തെ ഒരു സ്ഥാപനമാണ്. ആലുവയിലാണ് ഇത് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ആലുവ അസീസി ജംഗ്ഷൻ എന്ന് പറയും, അസീസി സ്റ്റോപ്പാണ്, അത് ബസ് സ്റ്റോപ്പാണ്. SP ഓഫീസിൽ നിന്ന് കുറച്ചും കൂടെ ഈ പെരുമ്പാവൂർ റൂട്ടിലോട്ട് പോകുമ്പോഴത്തേക്കുള്ള, അല്ലെങ്കിൽ നമ്മുടെ മൂവാറ്റുപുഴ റൂട്ടിലോട്ട് പോകുമ്പോൾ ഉള്ള വഴിയിലാണ് ഈ സ്ഥാപനം ഉള്ളത്. ഞാൻ എൻ്റെ സ്വന്തം സാൻഡ്രോ ഒക്കെ വാങ്ങിച്ചത് ഇവിടെ നിന്നാണ്. ലോ ബഡ്ജറ്റിൽ നമുക്ക് ഏത് വാഹനവും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഏകദേശം സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനങ്ങളാണ്. ഇതൊക്കെ ഏകദേശം 5 lakhs കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളാണ്. പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്ക് ക്രിസ്റ്റ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ലോ ബഡ്ജറ്റിൽ വരുമ്പോഴത്തേക്ക് 30,000 തൊട്ടൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള വാഹനങ്ങളുണ്ട്. അത്യാവശ്യം ഒരു 80,000 70,000 ആ റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല വാഹനങ്ങൾ നമുക്ക് ഇവിടുന്ന് സ്വന്തമാക്കാം. അതുകൊണ്ട് 1.5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ആ കാറ്റഗറിയിലുള്ള ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് സക്രിയ സ്റ്റീഫൻ സൈനിങ് ഓഫ് ഫ്രം ഡ്രീം ക്യാപ്ചറിങ്.